നമുക്ക് ചുറ്റും കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണ് നടന്നത്? ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരുണ്ട്, ഒരു പ്രതിപക്ഷവുമുണ്ട്. സർക്കാരിനേക്കാളും പ്രതിപക്ഷമാണ് ശക്തരാകേണ്ടത്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ശക്തമായാൽ ഭരണം നല്ല രീതിയിൽ നടക്കും. അതാണ് പ്രമാണം. ഭരണപക്ഷത്തിന്റെ പിടിപ്പുകേടും കഴിവില്ലായ്മയും കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയണം. കഴിഞ്ഞ ആഴ്ച തന്നെ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് എന്തോ, പയ്യങ്ങൾ കഞ്ചാവ് വലിച്ചതിന് മന്ത്രി പറഞ്ഞത്, ഓ ഞാനും ചെറുപ്പത്തിൽ വലിച്ചിട്ടുണ്ടെന്ന്. ഒരു മന്ത്രിയാണ് പറഞ്ഞതെന്ന് ഓർക്കണം. പക്ഷെ അങ്ങനെ മന്ത്രി പറയണമെങ്കിൽ വലിച്ചത് സ്വന്തം പാർട്ടി MLA മകനാകണം. തുണിപൊക്കി കാണിച്ചുകൊണ്ട് അയൽവാസികളെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചാൽ ഒരു പ്രശ്നവുമില്ല. വിളിക്കുന്ന ആൾ ഇടത് അനുഭാവിയായ സിനിമാ നടനായാൽ മതി. അതങ്ങനെ വിദ്യാഭ്യാസ മന്ത്രി ജവളി പൊക്കി നിയമസഭയിൽ അഴിഞ്ഞാടുമ്പോൾ അത് ലൈവായി ലോകം മുഴുവൻ കാണുമ്പോൾ ഇതൊക്കെ എന്തുവാ, അല്ലേ? വനിതാ കൗൺസിലറെ കയ്യേറ്റം ചെയ്ത് തട്ടിക്കൊണ്ടുപോയി പാർട്ടി ഓഫീസിൽ എത്തിക്കാം, നോ പ്രോബ്ലം. അഥവാ കേസെടുത്താലും ഒരു ദിവസം കഴിയുന്നതിന് മുൻപേ ജയിലിൽ നിന്നിറങ്ങി വീരോചിത സ്വീകരണം ഏറ്റുവാങ്ങാം. ഇടതുപക്ഷമായിരിക്കണമെന്നേ ഉള്ളൂ. പക്ഷേ സ്റ്റേജിൽ സിനിമാ നടിക്ക് എതിരെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്ന ആരോപണം വന്നാൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഒരാഴ്ച കുറഞ്ഞത് ജാമ്യം കിട്ടാതെ അകത്ത് കിടക്കും. പോരാത്തതിന് കോടതിയുടെ രൂക്ഷ വിമർശനവും കേൾക്കാം. സിനിമാ നടി മുഖ്യന് നേരിട്ട് കൊടുത്ത പരാതിയിൽ മിനിറ്റുകൾക്കകം കേസ്, പാതിരാത്രി അറസ്റ്റ്. സിനിമാ മേഖലയിൽ നടിമാർ നേരിട്ട പീഡന പരാതികൾ കമ്മീഷനെ വെച്ച് അന്വേഷിപ്പിച്ചു, ഹേമ കമ്മീഷൻ. വിവിധ കേസുകൾ ഉണ്ടായി, എല്ലാം പുക പോലെ കെട്ടിറങ്ങി. ഇരകൾ പ്രമുഖർ അല്ലാത്തതും വേട്ടക്കാർ പ്രമുഖരും രാഷ്ട്രീയക്കാരും സ്വാധീനിക്കാൻ കഴിവുള്ളവരുമായതാണോ കാരണമെന്ന് അന്വേഷിച്ച് നടക്കുക ചില സിനിമാ പ്രേമികൾ. ഒരു +2 പയ്യൻ മൊബൈൽ ഫോൺ അധ്യാപകൻ മേടിച്ചു വെച്ചു എന്ന കാരണത്താൽ അവിടുത്തെ പ്രധാന അധ്യാപകന്റെ മുന്നിലിരുന്ന് വെളിയിലിറങ്ങിയാൽ തീർത്ത് കളയുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നു. പയ്യന് കൗൺസിലിംഗ് കൊടുക്കാൻ, അവനെ നന്നാക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കവിത രചിച്ച് രംഗത്ത് വരും. ശിക്ഷ വേണ്ട, മറ്റു വിദ്യാർത്ഥികൾക്ക് എത്തൊരു നല്ല മാതൃക. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ അധ്യാപകൻ പേടിച്ച് അവധിയെടുത്ത് വീട്ടിലിരുന്നോണം, അതാണ് കരണീയം. കഞ്ചാവും മയക്കുമരുന്ന് കടത്തും പിടുത്തവും സ്ഥിരം വാർത്തയായ സ്ഥിതിക്ക് മദ്യവരുമാനം പോലെ മയക്കുമരുന്നും അനുവദിക്കുകയും അതിലൂടെ സർക്കാർ ഖജനാവ് നിറയ്ക്കുകയും ചെയ്യണം. രണ്ടും കേരളത്തിന്റെ ആവശ്യങ്ങളാണ്. മയക്കുമരുന്ന് യുവാക്കളുടെയും ഖജനാവ് സർക്കാരിന്റെയും. പാർട്ടിക്കാരായ കൊടും ക്രിമിനലായ കൊലപാതകികളെ വരെ സംരക്ഷിക്കുകയും പരോൾ അനുവദിക്കുകയും ചെയ്യുന്നത് തുടരണം. പാർട്ടിക്ക് വിധേയപ്പെടാത്ത ഉദ്യോഗസ്ഥൻ, അത് ADM അല്ല, ആരായാലും എത്ര സത്യസന്ധനായാലും പഴയതുപോലെ ഇന്നോവ 52 വെട്ട് ശൈലിയൊക്കെ മാറ്റി പെണ്ണിരുമ്പട്ടോൾ എന്ന പുതിയ ശൈലിയിലേക്ക് മാറ്റണം. ജയിലിൽ പോകുന്നതിനും ഇറങ്ങുന്നതിനും രക്തഹാരം അണിയിച്ചുള്ള സ്വീകരണം സ്ഥിരം സംവിധാനമാക്കണം. സർക്കാർ കോടികൾ കൊടുത്ത് സുപ്രീം കോടതി വക്കീലന്മാരെ തോൽക്കുമെന്നറിഞ്ഞിട്ടും ഹാജരാക്കുന്ന പരിപാടി നിർത്തിയിട്ട് കപിൽ സിബലിനെ പോലെയുള്ള കോൺഗ്രസ് വക്കീലന്മാരെ സ്ഥിരമായി കേരളത്തിന് വേണ്ടി വാദിക്കാൻ ഏർപ്പാടാക്കണം. പറന്നാലും ഇല്ലെങ്കിലും ഹെലികോപ്റ്ററിന് വാടക കൊടുക്കുന്നത് പോലെ. മുഖ്യൻ ഉൾപ്പെട്ട ലാവ്ലിൻ കേസ് 40-ലേറെ തവണ മാറ്റിവെച്ചു, ഇനിയും മാറ്റും. തൊടുന്നതിനും പിടിച്ചതിനും ED കേസെടുക്കുന്ന ഈ രാജ്യത്ത് ഒരു സേവനവും ചെയ്യാതെ കോടികൾ കൈപ്പറ്റുന്ന കടലാസ് കമ്പനി ആരുടേതായതുകൊണ്ടാകും കേസ് അന്വേഷണം തലകീഴായി മാറുന്നത്? നയതന്ത്ര ബാഗേജിലൂടെ സ്വർണം കടത്തിയതുമൊക്കെ എന്തായി? എന്താകാനല്ലേ? അവസാനം കടുവ നാട്ടിലിറങ്ങി മനുഷ്യനെ കൊല്ലുക മാത്രമല്ല, തിന്നുകയും ചെയ്തു. നടപടിക്ക് പകരം ചാനലിൽ വന്നിരുന്ന ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയ വനം വന്യജീവി നിയമം എന്നൊക്കെ പറഞ്ഞ് ഓരോ പാഴുകൾ. എത്ര കേന്ദ്ര സർക്കാരുകൾ മാറി മാറി വന്നു. എന്നിട്ടെന്താ ഈ പുതിയ നിയമം ഉണ്ടാക്കാൻ പാടില്ലേ? സ്വജനപക്ഷപാതം എന്നൊന്നും പറയല്ലേ. സഖാവാണോ? പാർട്ടി കൂടെയുണ്ട്. ഭരണമുണ്ടെങ്കിൽ പോലീസും കോടതിയും എല്ലാം ഒപ്പമുണ്ട്. പകപോക്കലും അഴിമതിയും ധൂർത്തും വിലക്കയറ്റവും പോക്സോ കേസുകളും കഞ്ചാവ് മയക്കുമരുന്ന് സ്ഥിരം വാർത്തകളും പോരാത്തതിന് ബ്രൂവറി അനുവദിക്കലുമെല്ലാം വാർത്തകളിൽ നിറയുമ്പോൾ ക്യാപ്സൂളുകൾ പഴയ പോലെ വർക്കാവുന്നില്ല. എന്താകുമോ എന്തോ. ഭയം വേണ്ട, ജാഗ്രത മതി. ഇവിടെ ഒരു കപ്പിത്താനുണ്ട്. കപ്പിത്താൻ പ്രസന്റാണ്.